തമിഴ്നാട്ടിലെ കാരേക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമമാണ് കനാട് കാത്താൻ. അവിടെയുള്ള ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് ഈ കാണുന്നത്, ചെട്ടിനാട് മാൻഷൻ. 120 വർഷത്തോളം പഴക്കമുണ്ട് കൊട്ടാരം പോലെയുള്ള ഈ വീടിന്. അതെ, ഇതൊരു വീട് തന്നെയാണ്, നോട്ട് എ പാലസ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, ബട്ട് ഇറ്റ്സ് ട്രൂ ദാറ്റ് ദിസ് വാസ് എ ഹൗസ് built by one of the wealthy Chettiars in 1900s, and this is one of the oldest and one of the most massive mansions built in this region. ഇന്ന് ഈ മാൻഷൻ മാനേജ് ചെയ്യുന്നത് ഈ ഫാമിലിയുടെ 6ാമത്തെ ജനറേഷനിലെ മെമ്പേഴ്സാണ്. കുറച്ച് വർഷം മുമ്പ് BBC-യുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അബൌട്ട് ഇന്ത്യസ് 10,000 abandoned mansions. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ട്രാവൽ സ്റ്റോറി ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഓഫ് us. ഇവിടെ 2 ദിവസം താമസിച്ച് നമുക്ക് ഈ ചെട്ടിനാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചെട്ടിനാട് എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ് വിത്ത് അറൌണ്ട് 96 villages occupied by wealthy Chettiar community who were once upon a time bankers, weavers and financiers. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന കൊട്ടാരം പോലെയുള്ള വീടുകളാണ്, വിച്ച് വാസ് ബിൽറ്റ് ഇൻ 18th century ബൈ ദീസ് റിച്ച് മെർച്ചൻസ്. 1ഉം 2ഉം അല്ല, 100ഉം 1000ഉം അല്ല, 10,000-ത്തിലധികം വീടുകളാണ് ഇതുപോലത്തെ ഈ പ്രദേശത്തുള്ളത്. മേജർലി ഇൻ കാരൈക്കുടി, ഇൻ കനാട് കാത്താൻ ആൻഡ് ഇൻ അത്താങ്കുടി. The history of Chettiar can be traced back to 1,000 years. 1000 വർഷം മുമ്പ് they were residents of a port city of Tamil Nadu, കാവേരി പൂമ്പട്ടണം. ഒരു സുനാമി വന്നതിന് ശേഷം അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. ഈ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ബിസിനസ്സിലായിരുന്നു താല്പര്യം, ഫ്രം സോൾട്ട് ടു സ്പൈസസ് ആൻഡ് ദെൻ ജെംസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. And they became so successful that when British officials needed money to fund their businesses in their colonies, Chettiar community became money lenders and merchant bankers. And over the time they expanded their trading to the British colonies of Ceylon, Malaya and Burma. Once upon a time they used to own 80% of the rice fields in Burma എന്ന് പറയുന്നു. ഈ കച്ചവടത്തിൽ കിട്ടിയ ലാഭമെല്ലാം ഉപയോഗിച്ചാണ് ഇത്രയും മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള കൊട്ടാരം പോലെയുള്ള വീടുകൾ അവരിവിടെ പണിയാൻ തുടങ്ങിയത്. വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ലെസൺസ്, ഗുഡ് തിങ്സ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ എന്ന് പറയുന്ന പോലെ ദ ഗ്ലോറിയസ് ഡേയ്സ് ഓഫ് ചെട്ടിയാർസ് ഓൾസോ ഹാഡ് ടു എൻഡ് അറ്റ് സം പോയിന്റ്. ദ ഡൗൺഫോൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. സോ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ദ കൺട്രി, പിന്നെ അവരുടെ ട്രേഡിംഗ് റൂട്ട്സ് എല്ലാം ഡിസ്റപ്റ്റായി. And they were not having enough money to maintain these huge palace-like mansions. Why it's abandoned എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ many of the descendants, they cannot afford the massive cost of maintenance of these mansions. Some of them left, some of them are abandoned. Some of the properties are held in legal battle. That's how the downfall started. And that's the story of these 10,000 abandoned mansions. I think ഇത് വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലായിരുന്നെങ്കിൽ these mansions would have been restored, renovated and would have been one of the heritage cities for international as well as national tourists. കുറേ അധികം ഡിപ്രസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതല്ലേ, ഇനി കുറച്ച് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കാണാം. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ്, ഈ ഏരിയയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് മാൻഷൻസും ഉണ്ട്. ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദിസ്. ഈ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് ഈ വൈറ്റ് ബിൽഡിംഗ്. ദിസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ചെട്ടിനാട് പാലസ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അകത്ത് പോകാൻ സാധിക്കില്ല, പുറത്തുനിന്ന് നോക്കി കാണാം. ഇതിനകത്ത് കുറച്ച് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഐശ്വര്യ റായുടെ കണ്ടുകൊണ്ടേ എന്നുള്ള സിനിമയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടുത്തെ സ്ട്രീറ്റ്സ് യൂറോപ്യൻ സ്ട്രീറ്റ്സിൻ്റെ മാതൃകയിലാണ്.
in the form of vertical and horizontal parallel lines. ചില മാൻഷൻസിനകത്ത് 50-ൽ കൂടുതൽ മുറികളുണ്ട്. ആൻഡ് ഇൻ ദോസ് ഇയേഴ്സ് 100-ലധികം ആൾക്കാരൊക്കെ ഓരോ വീട്ടിലും താമസിച്ചിരുന്നു. പിന്നെ ഈ വീടുകളുടെയൊക്കെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമാണെല്ലാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് യൂറോപ്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു വിനായക കോവിലുണ്ട്, അതിൻ്റെ മുമ്പിലുള്ള കുളമാണിത് ക്ഷേത്രത്തിൻ്റെ. Chettinad is also famous for their handloom cotton sarees. ഇവിടെ കയറി ഒരു സാരി വാങ്ങിയിട്ട് പോവാം. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ക്ലയൻസ് സെലിബ്രിറ്റി ക്ലയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. None other than Sonia Gandhi and Priyanka Gandhi. Also our finance minister Nirmala Sitharaman. ഇവർ ഒഫീഷ്യൽ ഫങ്ഷൻസിൽ ഉടുക്കുന്ന പല സാരികളും ഇവിടെ നിന്നാണ് പോകുന്നത് എന്ന് പറയുന്നു. ഇവിടെ നിന്നൊരു സാരി ഞാനും വാങ്ങി, കോട്ടൺ ഹാൻഡ്ലൂം സാരി. ഞങ്ങൾ ചെന്ന ദിവസം ഒരു ഹോളിഡേ ആയതുകൊണ്ട് ഇത് നെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഈ മെഷീനിൽ അവിടെ ഇരുന്ന് സാരി നെയ്യുന്നത് നമുക്ക് കാണായിരുന്നു. ഹൗ ദ ഹാൻഡ്ലൂം സാരി ഈസ് മെയ്ഡ്. മധുരയിൽ നിന്ന് കന്യാകുമാരി പോകുന്ന വഴി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എൻജോയബിൾ ഡ്രൈവ്സ് ഇൻ ഇന്ത്യ. ഗംഭീര ഹൈവേ, രണ്ട് ഭാഗത്തും ഇതുപോലെ പാടങ്ങളായിരിക്കും. ഡ്രോൺ വാങ്ങിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ ലൊക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിർത്തി കുറച്ച് ടെസ്റ്റ് വീഡിയോ എടുക്കും. അതിൻ്റെ ഇടയിൽ കിട്ടിയ 1-2 നല്ല ഷോട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം. Till I come back again with another travel story, it's bye from A Little Bit of Us. Bye guys.